ഹായ്, അപ്പോൾ എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇൻകം ടാക്സിലെ മൂന്നാമത്തെ ഹെഡായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇൻകം ടാക്സിൻ്റെ ഒന്നാമത്തെ ഹെഡ് നമുക്കറിയായിരുന്നു സാലറി ആയിരുന്നു അല്ലേ. സാലറി എന്ന് പറയുന്ന ഹെഡ് ഇൻകം ടാക്സിലെ ഏറ്റവും വലിയ ഹെഡാണ്. ടാക്സിൻ്റെ ഒരു മേജർ പോർഷൻ കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹെഡാണ്. സെക്ഷൻ 15 to 17 സാലറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ചർച്ച ചെയ്തു അല്ലേ. അപ്പോൾ അത് സെക്ഷൻ 22 മുതലായിരുന്നു. സെക്ഷൻ 22 മുതൽ 27 വരെ ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ദെൻ തേർഡ് PGBP, നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ വിളിക്കാം, ഷോർട്ടായിട്ട് PGBP, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ എന്താണിത്? ഇത് ഏത് സെക്ഷനിൽ പെടുന്നു? ഇതിൻ്റെ സെക്ഷൻ 28 to 44. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയ ഉണ്ട് അല്ലേ. 22 മുതൽ 44 വരെ സെക്ഷനിൽ കവർ ചെയ്യാണ് PGBP എന്ന് പറയുന്ന ഒരു ഭാഗം. ഓക്കെ, സോ നമുക്ക് എന്താണ് PGBP? സെക്ഷൻ 44D ഇതാണ് ഇതിൻ്റെ സെക്ഷൻ വരുന്നത്. ഓക്കെ, PGBP. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞാൽ ഏതെല്ലാമാണ് ബിസിനസ് ഇൻകമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക, എന്താണ് ബിസിനസ് ഇൻകം പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ്, ഏത് രീതിയിലാണ് ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഏതെല്ലാം ഇൻകമാണ് നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഒഴിച്ചു നിർത്തേണ്ട ഇൻകം, ഈ കാര്യങ്ങളൊക്കെ നമ്മളെന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ദെൻ വാട്ട് ഈസ് പ്രോഫിറ്റ്? സിമ്പിളായിട്ട് പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് മീൻസ് ഒരു സ്ഥാപനത്തിൻ്റെ ലാഭം, ജസ്റ്റ് പ്രോഫിറ്റ് അല്ലേ, വേറെ ഒന്നും ഇല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, പ്രോഫിറ്റ് അല്ലേ. ദെൻ വാട്ട് ഈസ് ഗെയിൻ? ഗെയിൻ ഈസ് ആൾസോ പ്രോഫിറ്റ്. ഗെയിനും പ്രോഫിറ്റ് തന്നെ. പിന്നെ എന്താ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നുമില്ല, ഇതിലെന്താണ് ഗെയിൻ എന്ന് പറയുന്നതിൽ ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് ലോസ്. ഇത് ലോസ് കൂടി കവർ ചെയ്യും. ഓക്കെ, കവർ ലോസ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ബിസിനസ്? എന്താണ് ബിസിനസ് എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് നമ്മൾ ബിസിനസ്സൊക്കെ ഇപ്പോൾ നമ്മൾ നമ്മൾ മാർക്കറ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ബിസിനസ് സ്റ്റഡീസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഭാഗങ്ങളിൽ ബിസിനസ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? എന്താണ് ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്തായിരുന്നു? ടു മേക്ക് പ്രോഫിറ്റ്. സോ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. അതാണ് സിമ്പിളായിട്ട് നമുക്ക് എന്താണ് ബിസിനസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുക. സാധാരണഗതിയിൽ ഈ ബിസിനസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ബിസിനസ്സും ഉണ്ട്, അതുപോലെ തന്നെ ട്രേഡിംഗ് ബിസിനസ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. മാനുഫാക്ചറിങ് ബിസിനസ്, അതുപോലെ തന്നെ ട്രേഡിംഗ് ബിസിനസ്. എന്താ അത് തമ്മിലുള്ളൊരു വ്യത്യാസം? ഈ മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ തന്നെ സെല് ചെയ്യുന്നു അല്ലേ. വി പ്രൊഡ്യൂസ് ആൻഡ് വി സെൽ ആണ്. ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യില്ല, നമ്മൾ വേറെ ആരുടെയും കയ്യിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുകയാണ്, ബൈ ഫ്രം അതർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ചുകൂടി ലാഭത്തിനോ മറ്റോ നമ്മൾ മറ്റുള്ളവർക്ക് വിൽക്കുകയാണ്. എന്താണ് ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുന്നത്? ഇവിടെ എന്തെന്നില്ല, ഇവിടെ പ്രൊഡ്യൂസ് ഇല്ല, ഒന്നാമത്തെ ഇല്ല, സെല്ലിംഗ് ഉണ്ട്. ഈ പ്രൊഡ്യൂസിന് പകരം എന്താണ് നടക്കുന്നത്? ബൈ ഫ്രം അതേഴ്സ് ആണ് അല്ലേ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാം. ഓക്കെ, ഇനി നോക്കുക, ഈ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിലും ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിലും ഒക്കെ എന്താണ് ഇതിലൊക്കെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള നോൺ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. സ്പെക്കുലേറ്റീവ് ആൻഡ് നോൺ സ്പെക്കുലേറ്റീവ്. നോൺ സ്പെക്കുലേറ്റീവ് എന്താണ്? സ്പെക്കുലേറ്റീവ് നോൺ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കമ്മോഡിറ്റി ട്രേഡിങ്ങിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് സ്പെക്കുലേറ്റീവ് ആൻഡ്
നോൺ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ, എക്സ്പെഷ്യലി സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ. ഓക്കെ, എന്താ വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഒരു കച്ചവടക്കാരനാണ്, ട്രേഡിംഗ് ബിസിനസ്സാണ് നടത്തുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യാണ്, സാധനങ്ങൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, എന്നിട്ട് അത് എന്ത് ചെയ്യാണ്, മറ്റൊരാൾക്ക് ലാഭത്തിന് വിൽക്കുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സപ്പോസ് നിങ്ങൾ വെജിറ്റബിൾസ് അതിൻ്റെ കച്ചവടമാണ്, ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾ. ഓക്കെ, ഫ്രൂട്ട്സ് ആട്ടോ, ഫ്രൂട്ട്സ്. നിങ്ങളെന്താണ് ഒരു 1000 കിലോഗ്രാം ഫ്രൂട്ട്സ് വാങ്ങിക്കുകയാണ്, 1000 കിലോഗ്രാം ഫ്രൂട്ട്സ്. അപ്പോൾ അതിൻ്റെ വില, മാർക്കറ്റ് വാല്യൂ അന്ന് മേടിച്ചപ്പോൾ അതിൻ്റെ വില എത്രയാണ്? ₹10 പെർ kg. ഒരു kgക്ക് എത്രയാണ്? 10 രൂപ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്? 10,000 നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ട്? എക്സ്പെൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ അത് അടുത്ത ദിവസം വിൽക്കുന്ന സമയത്ത് 1000 kg നിങ്ങൾ വിൽക്കുകയാണ്, അപ്പോൾ അതിൻ്റെ വില കൂടിയിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ പെട്ടെന്ന് കൂടി 20 പെർ kg. 20 പെർ kg. നിങ്ങൾക്ക് ഇവിടെ എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടാ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് കൂടിയില്ലേ? 10,000 നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി. ഈ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് ആ ഗുഡ്സിൻ്റെ ഒരു മൂവ്മെൻറ്റും നടക്കാതെ തന്നെ അവിടെ എന്താണ് ഓട്ടോമാറ്റിക്കലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോഫിറ്റാണ്. അതിനെ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. അതാണ് സ്പെക്കുലേറ്റീവ്. വിത്തൗട്ട് എനി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, വിത്തൗട്ട് എനി ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ഉണ്ടാവാം. സോ ദാറ്റ് ഈസ് സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ് ഓർ സ്പെക്കുലേറ്റീവ് ഇൻകം. ഇനി ഇത് നേരെ തിരിച്ചു ആവട്ടോ. ഇപ്പോൾ നമ്മൾ ഇപ്പം നിയറസ്റ്റ് നമുക്ക് കേട്ട വാർത്ത ഉണ്ടായിരുന്നു അല്ലേ? ഉള്ളിയുടെ വിലയൊക്കെ വളരെ കൂടുതലായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 10-20 ഉറുപ്പിക്ക് വാങ്ങിയ ഒരു സാധനം എന്ത് ചെയ്യാണ്, അത് ഒരു 100-100ൻ്റെ പുറത്തൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം അത്തരം സ്ഥിതിവിശേഷങ്ങളൊക്കെ മാർക്കറ്റിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നേരെ ഓപ്പോസിറ്റ് ആവാം. ഓക്കെ, നിങ്ങൾ വേറെ ഒരു ഫ്രൂട്ട്സാണ്, നിങ്ങൾ ഇത് ഫ്രൂട്ട്സ് എ ഒരു കാറ്റഗറി, ഫ്രൂട്ട്സ് ബി. ഓക്കെ, ഇതേപോലെ 1000 വാങ്ങിയിരുന്നു, 1000 കിലോക്ക് 10 ഉറുപ്പിക്ക് തന്നെയാണ്, 10 പെർ kg. 16 ഉറുപ്പ്യക്ക് ചിലവാണ് എക്സ്പെൻസ്. നിങ്ങളിത് അടുത്ത ദിവസം വിൽക്കുന്ന സമയത്ത് അതിൻ്റെ വില 7 rupees പെർ kg ആയിട്ട് താന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇടിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയായി? സോ നിങ്ങൾക്ക് അവിടെ എന്താണ് ലോസാണ് സംഭവിച്ചത്. 3000 ലോസാണ് അല്ലേ? ലോസ് ഇങ്ങനെയും സംഭവിക്കാം. അപ്പോൾ സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നതിൽ എന്താണ്, ഒന്നുകിൽ ഉയർച്ചയോ താഴ്ചയോ ഒക്കെ വരും, ഇൻക്രീസോ ഡിക്രീസ് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇത് രണ്ടും നിങ്ങളുടെ ബിസിനസ്സായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ 10,000 രൂപയാണ് നിങ്ങൾക്ക് എന്താണ് പ്രോഫിറ്റായിട്ട് കിട്ടിയത്, 10,000 രൂപ. ഈ 10,000 രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ഇത് ടാക്സബിൾ എമൗണ്ടാണ്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു 3,000 നിങ്ങൾക്ക് എന്താണ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 10,000-ൽ നിന്ന് നിങ്ങൾ 3,000 ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് ബാക്കിയുള്ളതിന് നിങ്ങൾക്ക് ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് 10,000 മൈനസ് 3,000 എത്രയുണ്ട്? 7,000. ഇതാണ് നിങ്ങൾ ടാക്സ് ചെയ്താൽ. എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്പെക്കുലേറ്റീവ് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പെക്കുലേറ്റീവ് ഇൻകത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് മൈനസ് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യുക എന്നൊക്കെയാണ് അതിന് പറയാം. ഓക്കെ, ആ വേർഡൊക്കെ നിങ്ങൾ കൂടുതൽ കേൾക്കും. സെറ്റ് ഓഫ്. അപ്പോൾ ബാക്കി എത്രയ്ക്ക് ചെയ്താൽ മതി? 7,000-ന് ടാക്സ് ചെയ്താൽ മതി. അതാണ് ഇവിടെ എന്താണ്, ഇത് ഗെയിനാണ്, സ്പെക്കുലേറ്റീവ് ഗെയിനാണ്. സോ ഗെയിൻ എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യാം? അത് ലോസ്, ഇറ്റ് ഈസ് ആൾസോ ഇൻക്ലൂഡ് ലോസ്. അപ്പോൾ അത് സെറ്റ് ഓഫ് ഒക്കെ ചെയ്തതിന് ശേഷം ആണെങ്കിലും നമ്മൾ ഇതിലേക്ക് വരാൻ സാധ്യത, അങ്ങനെയൊക്കെ വരാം. സോ അത് രണ്ടും ഉൾപ്പെട്ടതാണ് ബിസിനസ്സിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ എന്ന് പറയുന്ന പദം അവിടെ വരാൻ കാരണം. ഓക്കെ, സോ അതുപോട്ടെ. ഇനി നമുക്ക് അടുത്തത് എന്താണ് ബിസിനസ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി എന്താണ് നമ്മുടെ പ്രൊഫഷൻ? എന്താണ് പ്രൊഫഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
പ്രൊഫഷന് കുറച്ച് എക്സാമ്പിൾ നമുക്ക് പറഞ്ഞൂടെ? പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടർ അല്ലേ, അദ്ദേഹം ചെയ്യുന്നത് ഒരു പ്രൊഫഷനാണ് ഡോക്ടർ. ഒരു അക്കൗണ്ടന്റ് അദ്ദേഹം ചെയ്യുന്നത് ഒരു പ്രൊഫഷനാണ്. ഒരു ലോയർ, എഞ്ചിനീയർ അല്ലേ, അതുപോലെ തന്നെ ഒരു ടാക്സ് പ്രാക്ടീഷണർ അല്ലേ, ടാക്സ് പ്രാക്ടീഷണർ. ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് പറയാൻ പറ്റും. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇവർ ചെയ്യുന്ന ആ തൊഴിലിനെ നമ്മൾ പ്രൊഫഷൻ എന്നാണ് പറയാറ്. ദെൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഫഷൻ ആൻഡ് ബിസിനസ്? ഇത് പ്രൊഫഷനാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകളെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂല. ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ പറയട്ടോ. സോൾ ട്രേഡിംഗ് ബിസിനസ് ആവാം അല്ലേ, പാർട്ണർഷിപ്പ് ഫേം ആവാം. ഇങ്ങനെ എന്താണ് പല രീതിയിലാണ് വരാം. ഓക്കെ, ഒരുപാട് ആളുകളെ നമുക്ക് നല്ല ബിസിനസ്മാൻമാരായിട്ട്, വലിയ വലിയ ബിസിനസ്മാരായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ എന്താണ് ഇന്ത്യയിലായിരുന്നു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അംബാനി ഫാമിലി എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് മാഗ്നറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. രത്തൻ ടാറ്റ, അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ MA യൂസഫ് അലി അല്ലേ, ഇവരൊക്കെ നിലവിൽ ഇപ്പം എന്താണ് വലിയ വലിയ ബിസിനസ്മാൻമാരാണ് അല്ലേ. ഓക്കെ, പിന്നെ ബിൽഗേറ്റ്സ് ഇങ്ങോട്ട് പോയിട്ട് എന്താണ് നമ്മൾ ഈ രീതിയിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ വലിയ വലിയ ലോക ലെവലിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി ആലോചിച്ച് നോക്കൂ, ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്താണ് നമ്മൾ ചിന്തിച്ചിരുന്നു? ചിലർക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ, ഹൈലി ക്വാളിഫൈഡ് ആളുകളുണ്ടാവും. പക്ഷേ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ അനലൈസ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാനായിട്ട് അറിയപ്പെടുന്ന ആളുകളുടെ ഒന്നും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ഈവൻ ഡിഗ്രി പോലും ഇല്ലാത്ത ആളുകളായിരിക്കും ഇവരൊക്കെ. ഓക്കെ, സോ ഒരു പ്രൊഫഷനും ഒരു ബിസിനസ്സും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. ഒരു ബിസിനസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാന് അയാൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് ഇരിക്കണം എന്നത് ഒരാവശ്യമില്ല. പക്ഷെ ഒരു പ്രൊഫഷന് ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹം എന്തായിരിക്കണം? ക്വാളിഫൈഡ് ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. ഇപ്പോൾ ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ആയ മേഖലയിൽ അയാൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അക്കൗണ്ടൻ്റ് ആയാലും ശരി, ലോയർ ആയാലും ശരി, എഞ്ചിനീയറും ശരി, ടാക്സ് പ്രാക്ടീഷണർ ആയാലും ശരി, ഇവർക്കൊക്കെ എന്താണ് അവരുടേതായ മേഖലയിൽ എന്ത് വേണം? അവർ ക്വാളിഫൈഡ് ആയിട്ടിരിക്കണം. എന്നാൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എന്താണ്? ദർ ഇസ് നോ നീഡ് ഫോർ ദാറ്റ് സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ. അതാണ് ബിസിനസ്സും പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമ്മൾ ടാക്സിലേക്ക് വരുമ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് എനി ബിസിനസ്, ഏത് ബിസിനസ് ആവാം. ഓക്കെ എന്നാ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നതാണ് ടു മേക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളൊരു സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ഏത് ബിസിനസ് എന്താണ് നമ്മളെ ഈ ബിസിനസ് എന്ന് പറയുന്നതിൽ വരുന്നുണ്ട്. ഓക്കെ, ദർ ഇസ് നോ നീഡ് ഫോർ കണ്ടിന്യൂറ്റി. ഒരു തുടർന്ന് പോകണം എന്ന് യാതൊരു നിർബന്ധമില്ല ബിസിനസ്സിന്. നോ നീഡ് ഫോർ കണ്ടിന്യൂറ്റി. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ ട്രാൻസാക്ഷൻ, ബിസിനസ് സ്വഭാവമുള്ള ഒരൊറ്റൊന്നും മതി. ഈവൻ ആൻ ഐസൊലേറ്റഡ് ട്രാൻസാക്ഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ബിസിനസ് ഇൻകം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അത് ബിസിനസ്സിൻ്റെ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സ്വഭാവമാണ്. ബിസിനസ്സിനെ കുറിച്ച് പറയും. ഇനി ബിസിനസ് എന്ന് നിങ്ങളിപ്പോൾ സ്മഗ്ലിംഗ് നടത്തുകയാണെങ്കിൽ നടത്തരുത്. ഓക്കെ, അതും എന്താണ് ബിസിനസ് ഇൻകമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യും, ടാക്സബിളായിട്ട് പറയും. അതിൻ്റെ മറ്റ് നൂലാമാലകളൊക്കെ അവിടെ കിടക്കട്ടെ. ടാക്സിൻ്റെ ഒരു വ്യൂ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അത് ടാക്സബിൾ ഇൻകമായിട്ട് പറയും. ദാറ്റ് ഈസ് ഇറ്റ് മേ ബി ലീഗൽ ഓർ ഇല്ലീഗൽ. ഓക്കെ, സോ മേ ബി ലീഗൽ ആവാം ഓർ ഇല്ലീഗൽ. ലീഗലാവാം, ഇല്ലീഗലാവാം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെക്കുലേറ്റീവ് ഓർ നോട്ട് സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ നോട്ട് സ്പെക്കുലേറ്റ്. ലീഗൽ, ഇല്ലീഗൽ, സ്പെക്കുലേറ്റീവ് ഓർ രജിസ്റ്റേർഡ് ഓർ നോട്ട്. രജിസ്റ്റേർഡ് ഓർ നോട്ട്. അപ്പം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാനെന്താണ് രജിസ്റ്റർ ചെയ്യാത്ത ബിസിനസ്സാണ്, അതുകൊണ്ട് ഇന്നുണ്ടായ
ലാഭത്തിനൊന്നും ഞാൻ ടാക്സ് അടക്കേണ്ടല്ല എന്നില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. രജിസ്റ്റർ ചെയ്താൽ അതിൻ്റേതായ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യുന്നത് ലീഗലായിക്കോട്ടെ ഇല്ലീഗലായിക്കോട്ടെ, സ്പെക്കുലേറ്റീവായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഇൻകം സംഭവിച്ചാലും മതി, എന്തെങ്കിലും ഗെയിൻ സംഭവിച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിൽ ഇതൊക്കെ എന്താണ് നമ്മളെന്താണ് ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ പ്രൊഫഷൻ നമ്മൾ എന്താണ് ഓൾറെഡി പറഞ്ഞു. പ്രൊഫഷൻ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്താണ് ബിസിനസ്സും പ്രൊഫഷനും, എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് നടത്തുക, ഏതെല്ലാം ഇൻകം ഇതിൽ നിന്നാണ് ബിസിനസ് എന്നൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. എല്ലാ ബിസിനസ്സും വരും, കണ്ടിന്യൂറ്റിൻ്റെ ആവശ്യമില്ല. ഇല്ലീഗലോ സ്പെക്കുലേറ്റീവോ രജിസ്റ്റേർഡ് നോട്ട് രജിസ്റ്റേർഡ് ഒക്കെ വരും. അപ്പോൾ ഇതിന്ന് ഏതൊക്കെ നമുക്ക് ഒഴിച്ചെടുത്താൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ കണക്കുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മറ്റ് വീഡിയോസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ ഭാഗമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ.